മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മുകേഷ് കേസിലെ സ്ത്രീക്കും മാനമുണ്ടെന്ന് കെ മുരളീധരൻ. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം തന്നെയാണ്. രാഹുൽ വിഷയത്തിൽ CPM-ലെയും കോൺഗ്രസിലെയും രണ്ട് പ്രമുഖ പ്രതികരണങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞപ്പോൾ മുകേഷ് കേസിലെ സ്ത്രീക്കും മാനമുണ്ടെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന ബലാത്സംഗ കേസിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് AICC ആസ്ഥാനത്താണോ, KPCC ആസ്ഥാനത്താണോ, DCC ഓഫീസിലാണോ എന്നറിഞ്ഞാൽ മതിയെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിഹാസം. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങണമെന്നും മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതിജീവതയെ അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാകില്ല. സമൂഹ മാധ്യമങ്ങളിൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാമെന്നുള്ള അവസ്ഥയാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അനുകൂലിച്ച് പാർട്ടി മുഖപത്രത്തിൽ മുഖപ്രസംഗം വന്നതിലുള്ള വിശദീകരണം നൽകിയപ്പോഴായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രതികരണമുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക പീഡന കേസിൽ സ്ത്രീയുടെ മാനത്തെക്കുറിച്ച് പറയുന്നവർ മുകേഷ് കേസിലെ സ്ത്രീയുടെ കാര്യവും ഓർക്കണമെന്ന തരത്തിലായിരുന്നു മുരളീധരന്റെ പ്രതികരണം. മുകേഷ് വിഷയത്തിലും രാഹുൽ വിഷയത്തിലും LDF എടുത്ത ഇരട്ടത്താപ്പിനെയാണ് പാർട്ടി മുഖപത്രത്തിലെ ലേഖനം വിമർശിക്കുന്നതെന്നും രാഹുലിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ എഡിറ്റോറിയൽ ശ്രമിച്ചിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നപ്പോൾ മാത്രം CPM ധാർമ്മികത പറയുന്നത് എന്തിനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബലാത്സംഗ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ ഇന്നലെ പുറത്തുവന്നു. രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണെന്നും വിവാഹബന്ധം നീണ്ടുനിന്നത് 1 മാസം മാത്രമാണെന്നുമാണ് യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ആദ്യ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22-ന് ക്ഷേത്രത്തിൽ വെച്ചാണ്. വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞുവെന്നും യുവതി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൊടുത്ത മൊഴിയിൽ പറയുന്നു. രാഹുലിന്റെ ജാമ്യ ഹർജിയിലെ വാദങ്ങളെ പൊളിക്കുന്നതാണ് യുവതിയുടെ നിർണായക മൊഴി.